ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ഡിഷ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ ഒന്ന് ചെയ്തെടുത്ത ഒരു ഡിഷാണ് ഇത്. പലരും പല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഇത് നമുക്ക് ഗോതമ്പൊടി മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാനും അവരുടെ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. അതും വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടതാനും. അപ്പോൾ നമുക്ക് ഡിഷ് ഉണ്ടാക്കാൻ പോയാലോ? വരും. അപ്പോൾ ഇത് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ മോനുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അളവെടുക്കാം. ഞാനിപ്പോൾ എന്ത് പൊടി എടുത്താലും ഇതുകൂട്ട് ഒരു അരിപ്പ് വെച്ചിട്ടിങ്ങനെ ഇടഞ്ഞാണ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഗോതമ്പൊടി ഒന്ന് എടുത്തിട്ട് വരാം. ഗോതമ്പൊടി ഞാനിങ്ങനെ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 സവാള ചെറുതായതുകൊണ്ട് 2 സവാളയും ഒരു ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയും സവാളയും കൂടെ ഒന്ന് വഴട്ടിയെടുക്കാം. അതുവരെ മാവിട്ടിരിക്കട്ടെ. അത് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ മാവ് ചപ്പാത്തി പരത്തുന്ന പോലെ നമുക്ക് പരത്തിയെടുക്കാം നൈസായിട്ട്. ഈ ഒരു കൂട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചീസും കുറച്ച് ബട്ടറും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇടാം, അത് ഓപ്ഷനിലാണ്. കുറച്ച് സ്മൂത്ത് ആകാനും കുറച്ച് ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാനത് ചേർക്കുന്നത്. അപ്പോൾ ഇതുമായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ വരട്ടിയെടുത്ത സവാളയുള്ളിയും തക്കാളിയും ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അരയ്ക്കാതെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം ഞാനിതൊന്ന് മോന് ഇഷ്ടം അങ്ങനെ അരച്ച് വെക്കുന്നതാണ്. ഉള്ളിയോട് അത്രയ്ക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് അരച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അരയ്ക്കാതെ ചെയ്യണമെങ്കിൽ നല്ലോണം വഴട്ടിയെടുത്ത് അതിലേക്ക് ഒരു മുട്ട ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് ഇതുകൊണ്ടൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. ഇനി ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തി ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ നമുക്കിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ മുട്ട പപ്സ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരെണ്ണത്തിൽ ഒരു മുട്ട, അല്ലെന്നുണ്ടെങ്കിൽ പകുതി പീസൊക്കെ വെക്കണ്ടേ. ഇപ്പം നമുക്ക് ഒരു മുട്ട കൊണ്ട് തന്നെ നമുക്കൊരു 3-4 എണ്ണം തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതേ ഒരു ടേസ്റ്റൊക്കെയാണ് വരുന്നത്. അപ്പോൾ മുട്ട അങ്ങനെ കഴിക്കാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് സവാളയും തക്കാളിയും എല്ലാം ഉള്ളി ചെല്ലും. അവർക്കിത് ഇഷ്ടപ്പെടും. നല്ല ഒരു ടേസ്റ്റാണിതിന്. അപ്പോൾ അതിൻ്റെ മിക്സ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ മടക്കുക. ഇങ്ങോട്ട് മടക്കി അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് നമ്മളിത് എണ്ണയിലിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മളിതെടുത്ത് എണ്ണയിലേക്ക് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എണ്ണയിലോട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മറിച്ചിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ക്രിസ്പിയാണെന്ന്. ഒരിക്കലും അല്ല. ജസ്റ്റ് അതൊന്ന് ആറാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ്സ് അതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ ഡിഷൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് ആദ്യമോ സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ച് റെഡിയായി നിൽപ്പുണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് നല്ല സോഫ്റ്റാണ്. അത് ക്രിസ്പി അല്ല. നമുക്ക് കാണുമ്പോൾ ക്രിസ്പി ആയിട്ട് തോന്നുമെങ്കിലും നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.